കോടതി ഉത്തരവുണ്ടായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടിനെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാത്ത സംഭവത്തിൽ മുട്ടുമടക്കി സർക്കാർ. PB അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകും. അതേസമയം സമയബന്ധിതമായി ഉത്തരവ് ഇറങ്ങാത്തതിൽ ആശങ്ക തുടരുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഉത്തരവ് എപ്പോൾ ഇറങ്ങും? എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ നഴ്സിംഗ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നീക്കങ്ങൾ എന്നുകൂടി നമുക്ക് കോഴിക്കോട് നിന്നും പരിശോധിക്കാം. അമലിലേക്ക് ആദ്യം. അമൽ, ഉത്തരവിന്മേൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ എത്രയോ ദിവസം അടയിരുന്നു. പിന്നീട് 6 ദിവസം സമരമിരിക്കേണ്ടി വന്നു നഴ്സിന്. ഇപ്പോൾ ഉത്തരവ് ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അതിലൊരു മെല്ലെപ്പോക്ക് തുടരുകയാണോ? അവസാന നിമിഷവും ഉരുണ്ടുകളി എന്ന് പറയേണ്ടി വരികയാണോ അമൽ? അനിതയ്ക്ക് നീതി ലഭിച്ചു എന്നൊരു വാർത്തയാണ് ഉച്ചയോടുകൂടി വന്നത്. അതായത് അനിതയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ പോസ്റ്റിംഗ് നൽകും എന്നുള്ള തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ആരോഗ്യവകുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ വൈകുകയാണ്. ആ ഉത്തരവ് സമയം ഇപ്പോൾ 5:30 കഴിയുകയാണ്. ഉത്തരവ് ഇതുവരെയും ഇറങ്ങുന്നില്ല. അതിൽ മെല്ലപ്പോക്ക് ഉണ്ടാകുന്നുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ആരോഗ്യവകുപ്പിൽ നിന്നും അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്നിനിപ്പോൾ ഉത്തരവ് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നൽകാൻ തയ്യാറാകുന്നില്ല. ഉണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും തുടക്കം മുതൽ സർക്കാർ കാണിച്ചിട്ടുള്ള സർക്കാരിൻ്റെ പ്രതിരോധ തന്ത്രങ്ങളെല്ലാം പാളിയതിനു ശേഷമാണ് ഒടുവിൽ അനിതയ്ക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നിയമനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഈ ആരോഗ്യവകുപ്പ് എത്തുന്നത്. അവരെ അതിന് നിർബന്ധിതരാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ആരോഗ്യമന്ത്രി അടക്കം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞതുപോലും അനിതയുടെ ഭാഗത്ത് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് നടപടിയിൽ തെറ്റില്ല എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീടുണ്ടായ പ്രതിഷേധങ്ങൾ, അനിതയുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വസ്തുത പുറത്തേക്ക് വരുന്നു. മാത്രമല്ല ഇത് കോടതിയിലടക്കം തെളിയിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സർക്കാർ നേരിടുകയും ചെയ്തു, ആരോഗ്യവകുപ്പ് നേരിടുകയും ചെയ്തു. ഒരു കാര്യം, ആരോഗ്യവകുപ്പുമായിട്ടൊക്കെ മന്ത്രിയുമായിട്ടോ ഇതിന് ശേഷം നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്? കാരണം ഒരു സർക്കാരിൻ്റെ മുഖം വികൃതമാക്കിയ ഒരു വളരെ കനിവ് ഉണ്ടാകേണ്ട ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള മെല്ലെപ്പോക്ക് ഈ നിമിഷവും. വേണ്ടി വന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നൂലാമാലകളൊന്നുമില്ലാതെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമെന്നിരിക്കെ എന്താണ് ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ പറയുന്നത്? അങ്ങനെ വേഗത്തിൽ തീരുമാനമെടുക്കാനായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർക്ക് അവിടെ നിയമനം നൽകാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് കിടപ്പുണ്ട്. ആ ഹൈക്കോടതിയുടെ ഉത്തരവുമായി എത്തിയ ആളെയാണ് അവർ അവിടെ നിയമിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതായത് ആ ഉത്തരവ് പഠിക്കാൻ 3 പേജുള്ള ഉത്തരവാണ്. അത് പഠിക്കാനായി എത്ര ദിവസം ആ ഉത്തരവിൻ്റെ മുകളിൽ അടയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ അത്തരമൊരു മെല്ലപ്പോക്ക് ഈ വിഷയത്തിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സമരം, ഈ അനിതയുടെ സമരം നടക്കുന്നു. അതിന് വലിയ തോതിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു. സ്വാഭാവികമായും സർക്കാർ തിരഞ്ഞെടുപ്പ് കാലമാണ്, പ്രതിസന്ധിയിലാകുന്നു. ആ ഒരു പ്രതിസന്ധി മറികടക്കാനായി നിയമനം കോഴിക്കോട് തന്നെ നൽകും എന്നൊരു തീരുമാനം പുറത്തേക്ക് വരികയാണ് ആരോഗ്യവകുപ്പിൽ നിന്നും. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും വൈകുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ ഉത്തരവ് ഇറങ്ങും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് സമയമായി. ഈ ഉടൻ എന്നുള്ള സമയപരിധി എത്രത്തോളമാണ് ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നതെന്നറിയില്ല. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് വാർത്ത കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. ഇതുവരെയും ആ ഉടൻ എന്ന് പറഞ്ഞ സമയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി ഇതിപ്പോൾ എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടിരിക്കുന്നു. തീർച്ചയായും അമൽ, ഈ അതിജീവിതയും ഒപ്പം സമരം തുടരുന്ന നഴ്സും ഒക്കെ തന്നെ ഇപ്പോൾ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അവർ എപ്പോഴായിരിക്കും ഈ ഉത്തരവ് കിട്ടുക എന്നുള്ളത് കാര്യം. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് ഇവിടെ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഓഫീസിൽ നിന്നോ മറ്റോ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉള്ളതായി അറിയുന്നുണ്ടോ? രാഹുൽ KV അല്പസമയത്തിനകം തന്നെ സമരപന്തലിനടുത്തേക്ക്, അവർ സമരം ചെയ്യുന്നതിനടുത്തേക്ക് എത്തും. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. എങ്കിലും അമലിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ DME ആണ് ഈ വിഷയത്തിൽ നിർദ്ദേശം നൽകേണ്ടത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും അത്തരം നിർദ്ദേശം പോയാൽ ഉത്തരവ് ഇറക്കേണ്ടത്, ഉത്തരവായ ആ ഉത്തരവ് അനിതയ്ക്ക് കൈമാറേണ്ടത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് ചില സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഇത്രയധികം ചർച്ച ചെയ്യുന്ന രാവിലെ മുതൽ എന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവ ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാർ ഇത്രത്തോളം പ്രതിസന്ധിയിലായ ഒരു വിഷയത്തിൽ എന്തിനാണ് ഇനിയും എന്തായാലും നിയമനം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. പക്ഷേ അത് പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തതയും ഇല്ലാത്തത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണെങ്കിൽ ഒരു 15-20 മിനിറ്റിൽ തീരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇവിടുന്ന് DMEയുടെ ഒരു നിർദ്ദേശം പോവുക, അവിടെ നിന്ന് ഉത്തരവിറങ്ങുക, അത് അനിതയ്ക്ക് കൈമാറുക. സ്വാഭാവികമായും എവിടെയാണ് പോസ്റ്റിംഗ് എന്നുള്ള കാര്യം കൂടി അവരെ അറിയിച്ചാൽ അവർക്ക് അവിടേക്ക് എത്താൻ കഴിയും. അതിനപ്പുറത്തേക്കുള്ള മറ്റ് ഒരു അത്രയ്ക്കധികം സാങ്കേതികമായ ഒരു വിഷയമൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടോ ഉത്തരവ് ഇപ്പോഴും വൈകുകയാണ്. ഇന്നിനിപ്പോൾ ഈ സമയമായതിനാൽ തന്നെ ഇനി അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പ്രതീക്ഷ.
അമൽ, സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്നു, പൊതുസമൂഹത്തിന്റെ പിന്തുണ. കാരണം കോഴിക്കോടിന്റെ തന്നെ പൗരപ്രമുഖരൊക്കെ തന്നെ ഈ അതിജീവിത കൂടി ഈ സമരപന്തലിലേക്ക് സമരത്തിനൊപ്പം ചേരുമ്പോൾ അതിന്റെ മുഖം മാറുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. പ്രത്യേകിച്ച് സർക്കാർ നല്ല രീതിയിൽ ഒരു ഒളിച്ചുകളി ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് കൂടി നടത്തിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ ഏത് നിലയ്ക്കായിരിക്കണം ഒരു തിരുത്തലിലേക്ക് സർക്കാർ പോയിരിക്കുക? അനിതയ്ക്ക് അവിടെ നിയമനം നൽകാൻ കഴിയില്ല എന്നൊരു തീരുമാനം സർക്കാർ തുടക്കത്തിലെ തന്നെ എടുത്തിരുന്നു. അനിതയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അതായത് ICUയിൽ വെച്ച് ഒരു സ്ത്രീയെ മറ്റൊരാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടു. ആ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നത് ഈ അനിതയ്ക്ക് ആ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് നടന്ന വിശദമായ പരിശോധനയിൽ ഒരിടത്തും അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് അനിത പോയി. പിന്നീട് അനിതയ്ക്ക് നിയമനം വന്നു. പക്ഷേ അനിതയെ ട്രാൻസ്ഫർ ചെയ്ത് ഇടുക്കിയിലേക്കാണ്. തിരികെ അവിടെ തന്നെ കോഴിക്കോട് തന്നെ തനിക്ക് നിയമനം വേണമെന്ന ആവശ്യവുമായാണ് നിയമ പോരാട്ടത്തിലേക്ക് അനിത പോകുന്നത്. ആ നിയമ പോരാട്ടം വിജയം കണ്ടു. അനിതയ്ക്ക് കോഴിക്കോട് നിയമനം നൽകണമെന്ന നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അത്തരമൊരു കോടതി വിധിയെ മറികടക്കാൻ പോലും ആരോഗ്യവകുപ്പ് വലിയ തന്ത്രങ്ങളാണ് പയറ്റിയത്. പക്ഷേ അതെല്ലാം പാളി. അതായത് അനിതയെപ്പോലെ 18 ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും നിയമനം നൽകേണ്ടതുണ്ട്, തൽക്കാലം അത് നടക്കില്ല എന്ന ഒരു ഉരുണ്ടുകളി ആവശ്യത്തിൽ വീണ്ടും നടത്തി. പക്ഷേ അതും പാളി. ഹൈക്കോടതി ഉത്തരവാണ്. പിന്നെ ഈ ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ ചർച്ചയായി മാറുന്നത് ഗുണകരമാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നൽകാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിൽ അങ്ങേയറ്റം അലംഭാവം തുടക്കം മുതൽ ഈ സർക്കാർ കാട്ടിയിരുന്നു. അതിപ്പോൾ ഉത്തരവുണ്ടാകും എന്ന ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കുമ്പോഴും അതിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലേക്ക് ആ ഉത്തരവ് എത്തുന്നില്ല. അവിടെയും ഉരുണ്ട് കളിക്കുകയാണോ സർക്കാർ, ആരോഗ്യവകുപ്പ് എന്ന് തോന്നിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി.